ഹലോ ഗൈസ്, ഞാൻ നൽകുന്ന EDMസിലാണ്. ഇന്ന് എൻ്റെ പേര് സ്പെക്ട്രോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ സെർവറിൽ കുറച്ച് ടാസ്കുകളുണ്ട്. അതിൽ ടാസ്ക് 1 വന്നിട്ടുണ്ട്. ആ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാസ്ക് 1 എന്താണെന്നല്ല ഇപ്പോൾ സ്പെക്ട്രോ പറഞ്ഞുതരും. ഓക്കെ ഗൈസ്, ഇന്ന് സ്പെക്ട്രോൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കലുണ്ട്. അപ്പോൾ സ്പെക്ട്രോനോട് ചോദിക്കാം, എന്തെല്ലാം ടാസ്ക്? ഇരിക്കും സുഹൃത്തേ, ഇരുന്ന് സംസാരിക്കുക. എന്തെല്ലാം ടാസ്ക്? ട്രേഡിംഗ് ഹാള് വേണം. അതിൻ്റെ ഒരു 5 വില്ലേജറെങ്കിലും വേണം. ആ 5 വില്ലേജറിന് ജോലി വേണം. പിന്നെ ഒരു 3 ഫാം വേണം. എന്തൊക്കെ ഫാമാന്ന് വെച്ചാല് ഒരു അയൺ ഫാം, ഒരു ട്രീ ഫാം, പിന്നെ ഒരു ഫുഡ് ഫാം, അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. അത് തന്നെ വേണമെന്നില്ല, ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു 3 ഫാം വേണം. പിന്നെ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വേണം. ഇതേപോലെ ഒരു വീട് വേണം. 15 × 15 ആയിരിക്കണം. 15 × 15 ആയിരിക്കണം. അത് കൂടാണ്ട് വീടിന്റെ അപ്പുറത്ത് ഒരു കിണർ വേണം. അതിന്റെ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും അടുത്തായിട്ട് ഒരു ഫാമിങ്ങും വേണം. അതെ, അപ്പോ പിന്നെ അടിയിൽ സ്റ്റോറേജ് ഏരിയ വേണം. പിന്നെ ഇതേപോലെ ഒരു മെയിൻ ഹാളും വേണം. പിന്നെ ഒരു ബെഡ്റൂമും വേണം. അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യലാണ്. അതിനായിട്ട് എനിക്കിപ്പോൾ ആവശ്യമുള്ളത് ഒരു കിണറും ചെറിയൊരു ഫാമിംഗ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രോയിലും ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി, ഞാനും കൂടി ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ നമ്മളെ ടീമിന് നെതറിൽ കയറാം. അപ്പം നമുക്ക് ഈ സൈഡിൽ ഫാമും അപ്പുറത്തെ സൈഡിൽ കിണറും ആക്കാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലാക്കാം ഫാം. ഇവിടെ ഒരാവശ്യമില്ലാണ്ട് കുറേ ഏരിയ വെറുതെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഫാമും അയ്യോ കത്തി കണാ PvP പ്രോ പ്ലെയർ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്തുണ്ടാക്കണ്ടേ? കിണറ. ഓ, ഇവിടെ കിണറുണ്ടാക്കാൻ കഴിയില്ലല്ലോ, കസ്റ്റം ട്രീ ഉണ്ട് എൻ്റെ. ഇവിടെ കിണറൊക്കെ ബാക്കിലെ ട്രീമൊക്കെ ഫാമിംഗ് ഏരിയ. എവിടെ കിണർ? ഇവിടെ കിണർ വെച്ചിട്ട് കിണറിന്റെ സൈഡിലായിട്ട് ഫാം ഇരിക്കണം വെച്ചാൽ നടുക്ക് കിണർ, അതിന്റെ സൈഡിലായിട്ട് ഫാമിങ്. എന്നാൽ അത് ബാക്കിൽ വെക്കാം, കിണർ ഇവിടെ വെക്കാം. കിണർ ഇവിടെ വെച്ചൂടെ? കിണർ കാണാനാണ് വീടിന്റെ ചത്തും. ഫാമിംഗ് ആണ് ബാക്കിലൊക്കെ. കിണർ ഇവിടെ വെക്കാം. ഞാൻ പറയണത് ഇവിടെ കിണർ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഫാം ചെയ്യണം, നൈസ് ആയിരിക്കണം. നോക്കാം. ആദ്യം കിണറിന്റെ ഞാൻ ആദ്യം ഒന്ന് കിണറിന്റെ ഔട്ട്ലൈൻ വരച്ചെടുത്ത്. ഓക്കെ, സ്നേഹിത ഇവിടെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെന്തോ പോലെ ഉള്ളത് ബിൽഡ് ചെയ്യുമ്പോൾ സെറ്റോ അല്ലേ സ്പെക്ട്രോ? അതെ, അപ്പോൾ ഇതൊന്ന് ഞാൻ ബിൽഡും കൂടി ചെയ്തിട്ട് വരാം. ബിൽഡ് ചെയ്ത് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഈ വീഡിയോയിൽ വേറെയും കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ആദ്യം ഈ ഒരു കിണറും ഇതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു വീറ്റെല്ലാം സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇതാ ഇത്രയും കുറച്ച് നേരം എടുത്തില്ല, അപ്പോൾ ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീറ്റ് ഫാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഈ കിണർ കാണാണ്ടായി. കുഴപ്പമില്ല, ഇതന്നെ മതി. ജസ്റ്റ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാനാണ്. ഇതെൻ്റെ ബിൽഡിൻ്റെ സ്റ്റൈലിനോട് മാച്ചാവും, കാരണം ഫാമർ തന്നെയല്ലേ ഞാനല്ലേ? അതന്നെ ഫാർമർ. അതെ, കിണറൊന്നും ഇപ്പം ഇല്ല. കിണറിലെല്ലാം വേണമെങ്കിൽ നമ്മുടെ എന്താ അതിന് പറയുക, സീക്രട്ട് ബേസ് അതിൽ സെറ്റാക്കാം. സ്പെക്ട്രൈൻ്റെ ഉള്ളിൽ പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടാസ്കിൻ്റെ പരിപാടി. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രോ കമൻ്റ് ഇട്ടിന് ഒരു സ്കെയർ ക്രോ, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തും മറ്റേ ഇങ്ങനത്തെ ഫാമിങ് ഏരിയയിലെല്ലാം ഒരു ചങ്ങായി ഉണ്ടാവില്ലേ, മറ്റേ ജാക്കോലാൻഡറിൻ്റെ തലയിലും വെച്ചിട്ട് ആ കാക്കനെല്ലാം ഓടിക്കേ, അതന്നെ ആ സാധനം ഉണ്ടാക്കി വെക്കാനാണ് ഒരു ബ്രോ പറഞ്ഞിട്ടില്ലേ. ശരി എന്നാൽ അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കണോ. പിന്നെ ഇപ്പോൾ നമ്മളെ ടാസ്ക് 1 കംപ്ലീറ്റ് ആക്കണോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് ഇനി നിങ്ങൾക്ക് കാണിച്ചറിയും കൂടി ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ട്രേഡിംഗ് ഹാൾ കാണിച്ചത് നമ്മളെ. അത് ഞാൻ അവിടെ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് /home ട്രേഡിംഗ് ഹാൾ എന്നടിച്ചാൽ അവിടെ പോകാനുള്ളതാണ്. ഓക്കെ, സ്പെക്ട്രോ അവിടത്തേക്ക് വന്നോളൂ. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാള്. ഇങ്ങനെ ഇത് സ്പെക്ട്രോൻ്റെ മാത്രം ബിൽഡാണ്, സ്പെക്ട്രോ മാത്രം ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല, ട്രേഡൊന്നും കാണിക്കുന്നില്ല. ഏകദേശം എല്ലാ ട്രേഡും ഉണ്ട്. ഇത് ലൈബ്രറിയൻസ്, പിന്നെ ഇവിടെ ഫുൾ ലൈബ്രറിയൻസ്. ഇവിടെ ഉണ്ട് ഈ ആൾക്കാരുണ്ട്, പിന്നെ ഇത്രയും മറ്റേ ആർമറിനുള്ള ആൾക്കാർ. നേരെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് അയൺ ട്രേഡ് ചെയ്യാനും മറ്റേ ടൂൾസിന് വാങ്ങാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കാൻ ഈ കുഴിയും കുറച്ച് വില്ലേജേഴ്സിനെല്ലാം ഞാനാണ് സെറ്റ് ചെയ്തത്. ഒരു ലൈവിലായിരുന്നു ഇതിൽ ചെയ്തിട്ടുണ്ടായി, നമുക്ക് ബ്രിക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് വില്ലേജർ അങ്ങനെയുണ്ട്. ഈ ബ്ലാക്ക് സ്റ്റോൺ ബ്രോ വെച്ചല്ലേ അതല്ലേ? എവിടെ? ഓ
ആ ഗോൾഡൻ ക്യാരറ്റ് കിട്ടും. ഗോൾഡൻ ക്യാരറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഷോപ്പെല്ലാം ഉണ്ട്. പിന്നെന്തിനാ ഇതെല്ലാം വെച്ചിന്? ഷോപ്പില് നല്ല റേറ്റ് ആണ്. ഇത് നോക്ക്, ഇവിടെ ഇനി വരുന്നോണ്ടിരിക്ക നോക്ക്. ഓക്കെ, ഇതിനോട് ഇത്ര ഇല്ലല്ലോ. ഓക്കെ ബാ, ഇനി അടുത്തത് എന്താ? ഫാംസ് അല്ലേ? ഫാംസ് ഏതെങ്കിലും വേണ്ടേ? നമ്മൾ വെച്ചൊരു മിനിറ്റ്, നമ്മൾ വെച്ച 3 ഫാംസ് ഇപ്പം കാണിച്ചുതരാം. നിങ്ങൾ ഏതെങ്കിലും നല്ല ഫാംസ് ഉണ്ടാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൽ ഒരു ഫാം ഇതായത് സ്പെക്ട്രോ ഉണ്ടാക്കിയ 4 അയൺ ഫാം, മെഗാ അയൺ ഫാം. ഇവിടെയാണ് ഇതിൻ്റെ കളക്ഷൻസ് എല്ലാം. ഓ ഇത് കണക്ട് ചെയ്താ? ഓക്കെ, ഇതൊന്ന് തുറക്കാൻ കഴിയാത്ത. ഓ തുറ ഇത് ഇത്രയാണ് എന്തിനോട് ഇത്രയെല്ലാം ആയാണ്. ഓക്കെ, അടുത്ത ഫാം എന്ന് വെച്ചാൽ ഒരു മോബ് ഫാമാണ്. അത് ഞാനുണ്ടാക്കിയ, അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഒരു ഫാം. ഇത് ഞാനൊരു ലൈവ് ഇട്ട് ചെയ്തെന്ന്, വെറും ലൈവിൽ 5 മണിക്കൂർ ലൈവ് ഇട്ടിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് നോക്കി ഇങ്ങനെ ഒരു സ്മൈലെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം ഉണ്ട്. ആദ്യം എൻ്റെ ബേസിൽ മൊത്തം പണിയായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഐലൻഡ്, നമ്മുടെ വില്ലേജുള്ള ഐലൻഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണ്ടേ സ്പെക്ട്രോ ഒരു ഐലൻഡ്? എമറാൾഡിനൊന്നല്ല, പക്ഷെ ഞാൻ ചെയ്യാം. എനിക്ക് ഇത് ഈസിയാണ്. നമുക്കൊരു വെള്ളം ഉണ്ടാ ബക്കറ്റും വാട്ടർ. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹാർഡ് PvP ആണ്. സ്പെക്ട്രോ താഴെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്തൂടെ? ഈ ഫാമിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് ചെയ്യാം, പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ഇതിൽ പൈസക്ക് റിച്ച് ആവാൻ വേണ്ടി ചെയ്തിരുന്നു. അതായത് ഇവിടുന്ന് കിട്ടുന്ന റൂട്ടിലെടുത്ത് വിൽക്കുക. പക്ഷെ അതിൻ്റെ ആവശ്യം എനിക്കില്ല. കുറേ ഇപ്പം ഞാൻ സ്പെക്ട്രോ ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെ 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 ഇപ്പോൾ ഇത് XP ഫാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഫാമും MLG ആദ്യം കാണിക്കുക. ഇവിടുന്ന് ഉള്ളതല്ലേ സ്പെക്ട്രോ? അവിടുന്ന് സ്ഥലമില്ല, ഇവിടുന്നുള്ള. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഫുള്ള് VFX. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചത്തത് മനഃപൂർവ്വമാണ്. എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന AFKന്ന്. ഇപ്പം ഞാൻ ചത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. അതിനുള്ള കമാൻഡ് /AC fetch എന്നാണ്. ഇതാണ് അതിനുള്ള കമാൻഡ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതല്ലേ ഞാനും പറഞ്ഞേ. മരിച്ച ആളെ അടുത്തേക്ക് അങ്ങനെ അടിച്ചാൽ വരും. കണ്ടാ, ലൂട്ടിൻ്റെ അടുത്തേക്ക് പോകണേ ACTP അത്രേ ഉള്ളൂ. /ACTP. ഞാൻ ഒന്നും കൂടി ഇനി എൻ്റെ ശരിക്കത്തെ കഴിവ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഏത് ഭാഗത്തുനിന്ന്? ഈ ഭാഗത്തുനിന്നല്ലേ? ഈ ഭാഗത്തുനിന്ന് ഒന്നും കൂടി നമുക്ക് MLG ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് ലാഗ് കൊണ്ടാന്ന് കാര്യം. ഇപ്പം 2ാമത്തെ വട്ടം ചെയ്തത് ഒരാഴ്ചത്തിനാണ്. കാരണം 2 കമാൻഡ് ഉണ്ട്. അതിൽ 2 നിങ്ങൾക്ക് കാണിക്കണ്ടേ. രണ്ടാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെത്ത് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നൊരു കമാൻഡാണ് /AC എന്തെങ്കിലും TP. ഓക്കെ, അപ്പം അതും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടാ, ഇതെല്ലാം എൻ്റെ ട്രിക്സ്. ഇങ്ങനെ ഏതേനാലേ ആൾക്കാർ വിചാരിക്കും ഏത് അല്ല ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇതന്നെ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലാണ്ട് എനിക്ക് ഞാൻ ചാവുന്നുള്ള പേടിയൊന്നും ഇല്ല. ഞാൻ ഇതെല്ലാം ലൈവിൽ ചെയ്യുന്നേ. നിങ്ങൾ ലൈവിലും വന്നാൽ തിരിയും. ആക്ടം ബ്രോ കമൻറ്റ് ആക്ടം ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത്രയ്ക്ക് ഇതിലും പോലെ അന്ന് ചെയ്തത് ഇവനുണ്ടെന്നേനാ. ഓക്കെ, കണ്ടാ PvPയിൽ ഞാൻ തന്നെ എല്ലാത്തിലും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫാം, ആ ഫാം കാണിക്കണ്ടേ സ്പെക്ട്രോ? അത് അറിയാൻ. ഓക്കെ ഗൈസ്, ഇനി മൂന്നാമത്തെ ഒരു മിനിറ്റ് ഞാൻ ഫുഡ് കഴിക്കട്ടെ. മൂന്നാമത്തെ ഫാം കാണിച്ചരാ. അതെന്തോ വെറൈറ്റി ആണെന്നല്ല സ്പെക്ട്രോ പറയുന്നത്. സ്പെക്ട്രോ ഒന്ന് TP റിക്വസ്റ്റ് ഇടുമോ? കണ്ടോ ഗൈസ്? ഒരിൻ്റെ ഞാൻ അറിഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു കമാൻഡ് കാണിക്കാൻ മാത്രം ചെയ്തേന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ PvP ഗോഡാണ്. കണ്ടാ കറക്റ്റാണ്. ഡാമേജ് എടുത്തില്ല. ഞാൻ PvP ഗോഡാണ്. എനിക്കിതെല്ലാം അറിയാം. ഞാൻ ഇതെല്ലാം എനിക്ക് കമാൻഡ് എങ്ങനെയെങ്കിലും കാണിക്കണ്ടേ വീഡിയോയിൽ. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടി കണ്ടോ? അതെ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കരുത്. അതാണ് എൻ്റെ ഇത്.
ഇനി ഇവിടെ എന്താ ഫാം? അതാ ഫാം കാണിച്ചതാ. അത് ചുമ്മാ തൊടല്ലേ. ഇതെന്ത് ഫാം? അതല്ലേ ഇത്. ഇതെന്താണ്? എന്താണ് സുഹൃത്തേ? വെറൈറ്റി ആണ്. ഇതിന്റെ ഒരു പോർഷൻ ഉണ്ട്. ഇതിപ്പോ ഞാൻ അടിച്ചടിച്ചതാ. നീ ഇതിന്റെ അടിയിലോട്ട് തീ എത്തിക്കണം. ഇപ്പൊ വെട്ടല്ലേ ഞാൻ പറയുമ്പോഴേ വെട്ടാവുള്ളേ. ഓ സിൽവർ സഫറാ. അതെവിടെ പൊട്ടിച്ചേ? ഞാൻ പൊട്ടിച്ചില്ല. ഫാം ഉണ്ടാക്കാറില്ല. അത് തുറന്നു കൺഫേം എപ്പിക്കാതെ തുറന്നു. തുറക്കാൻ പോയേ ഞാൻ മനപ്പൂർവ്വം നടന്നല്ല, കയ്യായിട്ട് തട്ടിയതായിരിക്കും. ഇപ്പം ദൂരെ പോയാൽ ഇതെല്ലാം ഡിസ്പോൺ ആവൂലേ? ഇല്ല, അന്ന് നോക്കട്ടെ. RTP അടിച്ചു നോക്ക്. അയ്യോ, ഇതേ നോക്കി ഒരു വെട്ട് വെട്ടണം. ഇങ്ങോട്ടേക്ക് നീ ഇതേ നോക്കി ഒരു വെട്ട് വെട്ടണം. ട്രാപ്റ്ററെ തുടങ്ങ്. ആയിട്ടില്ലല്ലോ ഒന്നും. എന്താ സംഭവിച്ചേ? ഓ ഇതക്ക് ക്ലെയിം ഇതാ. ഇനി എന്താ ചെയ്തോ? ഓ XP ഫാമാ? എത്ര കിട്ടുന്നുണ്ട് നോക്ക്. XP നോക്ക്. ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്നല്ലോ പറ. ഇത് വർക്ക് ചെയ്യാൻ വെച്ചാൽ അതിന്റെ അകത്തിരിക്കണ ജീവി ഉണ്ടോ? ആർമഡലോ? അത് ഇതിന്റെ അകത്ത് സോംബി ഉണ്ട്. തുറക്കല്ലേ, ഇതിന്റെ അകത്ത് സോംബി ഉണ്ട്. ആ സോംബിനെ കാണുമ്പോ അത് മുട്ടയാവും. ഇങ്ങനെ മുട്ടയായി കുരിഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ ദേഹത്തേക്ക് ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഒഴിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ക്യാമ്പ് ഫയർ ഉണ്ടാവും. അതിൽ തീ കൊളുത്തി കഴിഞ്ഞാൽ ഡാമേജ് എടുക്കും. അങ്ങനെ ഈ സാധനം പോണം. അതാണ് ഈ ഫാം. XP ഫാം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫാം. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ടാസ്ക് 1. നമ്മുടെ ഈ ഒരു സെർവറിലെ ടാസ്ക് 1 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടീമിലെല്ലാവരും ഏകദേശം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു സ്കെയർ ഗ്രൗണ്ട് സംഭവം കൂടി ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നെതറിൽ കയറാം. ഇപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് എല്ലാവർക്കും നെതർ ഓപ്പൺ ആണ്. നെതറിൽ കയറാം. ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാവരും നെതറിൽ കയറാൻ നോക്ക്. തന്നെ എൻഡും തുറക്കും. ഡ്രാഗണെല്ലാം ഡിഫീറ്റ് ചെയ്യാൻ പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആ സ്കെയർ ഗ്രൗവും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കേസ് ഞാൻ അങ്ങനെ കുറച്ച് ആൾക്കാരങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ഗോളായിട്ടുള്ള ഈ ഒരു കിണറുണ്ടാക്കുന്നതിനെക്കാട്ടി ടൈം ഇതിനെടുത്ത് കേട്ടോ. കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വെക്കണ്ടേ. പിന്നെ ഇത് കുറച്ചധികം കൂടിപ്പോയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു ഡിസൈനിലാണ് അവിടെ ചെയ്തത്. എനിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ട്. ആ ബ്രോ കമൻ്റ് ഇട്ട ബ്രോ താങ്ക്സ്. ഇതല്ലെങ്കിൽ ഞാൻ ചെയ്യൂലേ. എനിക്ക് ഏതായാലും നല്ല ഇഷ്ടപ്പെട്ട്. പക്ഷെ കുറച്ച് കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഡിസൈനിലാണ് ഞാൻ മൊത്തം ചെയ്തത് കേട്ടോ. അപ്പോൾ സ്പെക്ട്രോനോട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. ഈ ബിൽഡിംഗ് നല്ല രസമുണ്ട്. ആദ്യം വർക്കായാലും പിന്നെ റെഡ് സ്റ്റോൺ ഇട്ടൊക്കെ സെറ്റാക്കി. അത് തന്നെയല്ല, മറ്റേ ഫാനിന്റെ ആ വെള്ളവും ഫാനും ഹീറ്റും പിന്നെ ആ ഇതും കൂടി ആയപ്പോഴത്തേക്ക് നൈസ് ആയിട്ടുണ്ട്. നല്ല മാച്ചിങ് ആയിട്ടുള്ള ബിൽഡ്. കുറച്ച് ഇത് കൂടിപ്പോയാ കുഴപ്പമില്ല. അതിന് നിങ്ങൾക്ക് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടായി മാറ്റിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വിൻഡി മില്ലിൻ്റെ ഏരിയ കുറച്ച് ക്ലിയറായി. ഈ ഒരു സൈഡ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി ഞാൻ വിചാരിക്കുന്നതല്ല. ബാക്കിലൊരു ടവറും കൂടി വരാനുണ്ട്. ഓക്കെ, അല്ല ഇനി വരുന്ന എപ്പിസോഡ്സ് ചെയ്യാം. ഏതായാലും ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി EDMCൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, ബൈ.